ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ അങ്ങനെ നാട്ടിലെത്തിയിരിക്കുകയാണ്. മെയ് 1 ഞങ്ങൾ നാട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളായിട്ട് തിരക്കായിരുന്നു. സോ വീഡിയോസും കാര്യങ്ങളും അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നും കുറേ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റിലാക്സേഷന് വേണ്ടി പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ്. എൻ്റെ മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ലാവണ്യ, ദേവിക, അവരുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ലാവണ്യയുടെ ഹസ്ബൻഡും ലാവണ്യയും കൂടെ റൺ ചെയ്യുന്നൊരു റിസോർട്ടുണ്ട്. അപ്പോൾ ആ റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആകെ ബ്ലോക്കിൽ പെട്ടു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളിവിടെ കേക്ക് വേൾഡിൽ കയറി. കാര്യം ഇന്നലെ ആയിരുന്നു, അതായത് മെയ് 4 ലാവണ്യയുടെയും നവനീതിൻ്റെയും 3rd വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അത് പ്രമാണിച്ച് അവരൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരുന്നു കൊടൈക്കനാലിലേക്ക്. പക്ഷേ അത് പെട്ടെന്ന് ക്യാൻസലായി. അപ്പോഴാണ് ഞങ്ങളുടെ ഈ മീറ്റപ്പ് പ്രിപ്പറേഷൻ ഒക്കെ നടന്നത്. സോ അവർക്കായിട്ട് ഞങ്ങളുടെ വക ഒരു കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കട്ട് ചെയ്ത് കഴിക്കാമല്ലോ. അതിൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ലാവു ആൻഡ് നവി. നന്നു ഉറങ്ങുന്നത് കൊണ്ട് ഞാനൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നന്നു ചെറിയൊരു ജലദോഷവും ചൂടും ഉണ്ട്. അതിൻ്റെ മരുന്ന് കഴിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുക. സോ ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. ഓൾറെഡി ഞങ്ങൾ ദേവനോടും ശ്രീയോടും പറഞ്ഞിരുന്നു ഞങ്ങൾ കേക്ക് വാങ്ങിയിട്ട് വരുമെന്നേ. അവർക്കറിയാം, ലാവുനും നവനീനെ അറിയില്ലായിരിക്കും. സൺലൈറ്റ് പോകും മുമ്പേ എത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റായി. ഞങ്ങൾക്ക് മുമ്പേ തന്നെ ശ്രീയും ദേവിക എത്തിയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം വർക്കല ഓടയം ബീച്ചിന് നിയറായിട്ടാണ് ഈ പ്രൈവറ്റ് പൂൾ ഹോം സ്റ്റേ ആയിട്ടുള്ള മാർഗ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് നവനീത്. ശ്രീയും ദേവിക നേരത്തെ എത്തിയതുകൊണ്ട് അവർ ഓടയം ബീച്ചിലൊക്കെ പോയി എല്ലാവരും കുറേ സമയം സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളൊരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പുറത്ത് പോയി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ കൂട്ടത്തിലൊരു പുതിയ ആളൂടെ ഉണ്ട്, അയിനൂട്ടി. ലാവണ്യയുടെ സിസ്റ്ററിൻ്റെ മകളാണ്. എൻ്റെ ലാവണ്യയുടെയും ദേവികയുടെയും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എല്ലാവരും കൂടെ ഒരു സ്റ്റേക്കേഷൻ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇതുപോലൊരു പ്രൈവറ്റ് പൂൾ ഹോം സ്റ്റേ ഉള്ളൊരു ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുറത്തോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ മാർഗിൽ തന്നെ ആവട്ടെ എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. ഞാൻ, ദേവിക, നവനീത്, ശ്രീ ഞങ്ങൾ പണ്ടോട്ടേ ഫ്രണ്ട്സാണ്. എന്നെ കല്യാണം കഴിച്ചതോടെ ആ കൂട്ടത്തിലേക്ക് വന്ന ആളാണ് ചേട്ടൻ. ഇവിടെയാണ് ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രൈവറ്റ് പൂളാണിത്. എനിക്ക് മുമ്പേ തന്നെ റൂമിൽ കയറി റൂം ടൂർ എടുക്കുന്ന ഒരാളെ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ആൾക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അതാണ് ദേവി കാസ ആൻഡ് കുഷീൻ. ഇനി സമയം കളയാനായിട്ടില്ല. കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കണം. എല്ലാവർക്കും വിശന്നു തുടങ്ങി. പിന്നെ ഒരു കാര്യം ലാവണ്യ എന്ന് പറഞ്ഞത് അവരുടെ ഫസ്റ്റ് കേക്ക് കട്ടിംഗ് ആണ് ഇതെന്ന്. കല്യാണത്തിന് ശേഷം അവരങ്ങനെ കേക്ക് കട്ട് ചെയ്ത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ല. അവർ കൂടുതൽ ട്രിപ്പൊക്കെ ആയിട്ട് പോകാറേ ഉള്ളൂ. സോ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളുള്ളൊരു മൊമെൻ്റ് ആണല്ലോ അങ്ങനെ ഒരു സംഭവം നടന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ച് വിഷസൊക്കെ പറഞ്ഞു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ നിങ്ങൾക്ക് വർക്കല പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരിടമാണ് മാർഗ പൂൾ ഹോം സ്റ്റേ. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ അത് നല്ലതല്ലേ. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് അറിഞ്ഞതും മഴ സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും കാറിൽ ഒരു വലിയ കാലം കൂടെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും സൗകര്യമായി. കുറച്ച് നേരം മഴ തോരുമെന്ന് ഓർത്ത് ഇരുന്നെങ്കിലും മഴ തോരുന്നില്ലെന്ന് കണ്ടിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ദേവുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ്
ദേവിന്റെ ചാനലിൽ തിരിച്ചും പറയണം കേട്ടോ. ദേവിന്റെ ചാനൽ പേര് അത് പറയാൻ എനിക്ക് അറിയാത്ത കണ്ടാ ഇവരുണ്ടൊരു മാത്രം ഒരു കാരണം രണ്ടുപേരും മാത്രം ശരിയല്ല. നമ്മളെ ഇവിടെ ബീച്ചിനടുത്തായിട്ടുള്ള സൺബേ എന്നൊരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ മെനു കാർഡൊക്കെ നോക്കി കുറേ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നെനിക്ക് തോന്നി. നല്ലൊരു വൈബായിരുന്നു ആ ഒരു സമയം. വാം ലൈറ്റ്, പുറത്ത് മഴ, കടലിൻ്റെ ശബ്ദം, പിന്നെ തണുത്ത കാറ്റ്, നല്ല ഫുഡ്. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമെത്തിയപ്പോഴേക്കും ഏകദേശം 11 മണി അടുപ്പിച്ചായെന്ന് തോന്നുന്നു. ആ സമയം കണ്ട് കുട്ടിപ്പട്ടാളത്തിനെ എല്ലാം ഉറക്കി ഞങ്ങൾ റൂമിലാക്കി. എന്നിട്ടിനി ഞങ്ങളുടെ 3 കപ്പിൾസിൻ്റെ മാത്രമായിട്ടുള്ള സമയമാണ്. ഒരു 11 മണി തൊട്ട് വെളുപ്പാങ്കാലം ഒരു 2 മണി 2:30 വരെ ഞങ്ങൾ ഈ പൂളിലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ വന്നൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. വളരെ സമാധാനം, ഒച്ചയും ബഹളവും ഒന്നുമില്ല, ശാന്തം. കുറേ തമാശകൾ പറഞ്ഞു, ചിരിച്ചു, ഡാൻസ് ചെയ്തു. എന്താ പറയുക, എന്ന് ഓർക്കാൻ പറ്റുന്നൊരു ദിവസം. ഒരു രാത്രി ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യ. 14 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ എല്ലാവർക്കെന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹസ്ബൻഡ്സായിട്ട് ഇതുപോലെ അടുത്തടുത്ത് താമസിക്കണം, ട്രിപ്പ് പോകണമെന്നൊക്കെ ഞങ്ങൾ 14 വയസ്സുള്ളപ്പോൾ ചിന്തിച്ചതാണ്. അതൊക്കെ തന്നെ നടക്കുന്നു എന്നുള്ള ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു, എല്ലാവരുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായി. ദേവിക ശ്രീ കുറച്ച് പ്രോഗ്രാംസായിട്ട് നേരത്തെ തന്നെ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് മാർഗ പൂൾ ഹോം സ്റ്റേയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.